ഹായ്, എൻ്റെ പേര് മുഹമ്മദ് ഫവാസ്. ഞാൻ കൊല്ലം ട്രാവൻകൂർ മെഡിസിറ്റിയിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഉപ്പൂറ്റി വേദന എന്നുള്ളൊരു സബ്ജക്റ്റാണ്. ദിവസവും നമ്മൾ OPയിൽ ധാരാളം ആളുകളെ ഉപ്പൂറ്റി വേദനയായിട്ട് കാണാറുണ്ട്. ഉപ്പൂറ്റി വേദനയ്ക്ക് ധാരാളം കാരണങ്ങളുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനമായ കാരണം പ്ലാന്റാർ ഫേഷ്യലൈറ്റിസ് എന്ന് പറയുന്ന ഉപ്പൂറ്റിയുടെ അടിയിലെ വള്ളികൾക്കുണ്ടാകുന്ന നീർക്കെട്ടാണ്. അതിൻ്റെ പ്രധാന സിംറ്റമായിട്ട് പറയുന്നത് രാവിലെ എണീച്ച് കാല് താഴെ കുത്തുമ്പോൾ ഉണ്ടാകുന്ന വേദന, അഥവാ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ വേദന. നമ്മൾ കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേക്ക് ആ വേദന കുറയും. അത് കണക്ക് തന്നെ എവിടെയെങ്കിലും കൂടുതൽ സമയം ഇരുന്നിട്ട് കാല് താഴെ കുത്തുമ്പോൾ അസഹനീയമായ വേദന കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേക്ക് വേദന കുറയുന്നു. ഈ അസുഖമാണ് പ്ലാന്റാർ ഫേഷ്യലൈറ്റിസ് എന്ന് പറയുന്നത്. പ്ലാന്റാർ ഫേഷ്യലൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പൂറ്റിയുടെ താഴെ, നമ്മുടെ ഉപ്പൂറ്റിയുടെ അറ്റം മുതൽ പാദത്തിൻ്റെ അറ്റത്ത് വിരൽ തുടങ്ങുന്ന സ്ഥലം വരെയുള്ള ഭാഗത്ത് പേശിവള്ളികൾ കണക്ക് കുറച്ച് വള്ളികളുണ്ട്. ഇവയ്ക്കുണ്ടാകുന്ന നീർക്കെട്ടോ ഇൻഫ്ലമേഷനോ ആണ് ഈ പ്ലാന്റാർ ഫേഷ്യലൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് കോമൺലി കാണുന്നത് കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യുന്ന പോലീസുകാർ, ടീച്ചേഴ്സ്, ഡോക്ടർമാർ, സർജന്മാർ, നഴ്സുമാർ, അത് കണക്ക് തന്നെ കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുന്നവർക്കും, ഹൈ ഹീലിട്ട് കൂടുതൽ സമയം നടക്കുന്നവർക്കും, കട്ടിക്കൂടി ചെരുപ്പിട്ട് നടക്കുന്ന ചില ജോലിക്കാർക്കുമൊക്കെ ഇത് കോമൺലി കാണാറുണ്ട്. പണ്ട് കാലങ്ങളിൽ ഇത് ഒരു ഓവർ യൂസ് ഇഞ്ചുറി ആയിട്ടാണ് പറയപ്പെടുന്നത്, അഥവാ കൂടുതൽ എന്തെങ്കിലും സ്ട്രെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഞ്ചുറി ആയിട്ടാണ് പറയുന്നത്. പക്ഷേ ഇന്നിത് സർവ്വസാധാരണമായി കണ്ടുവരുന്നതിന് പ്രധാന കാരണം നമ്മുടെ ഉപ്പൂറ്റിയിലെ മസിൽസിൻ്റെയൊക്കെ വീക്ക്നെസ്സും നമ്മുടെ കാലിലെ മസിൽസിലെ ബലക്കുറവുമൊക്കെ ഇതിനൊരു കാരണമായി കണ്ടുവരാറുണ്ട്. അതിനൊക്കെ ഡയബറ്റിക് പേഷ്യൻറ്റിലും തൈറോയ്ഡ് ഉള്ളവർക്കൊക്കെ ഇത് കോമണായി കണ്ടുവരാറുണ്ട്. നമ്മൾ വളരെ ലഘുവായ രീതിയിൽ തന്നെ ചികിത്സിച്ചാൽ ഇത് മാറ്റിയെടുക്കാവുന്ന ഒരു അസുഖമാണ്. എങ്കിൽ പലപ്പോഴും രോഗികൾ വരുന്നത് ഇത് കൊണ്ട് നടന്ന് അതിനെ ഒരു പരുവത്തിൽ കൂടുതൽ വഷളാക്കിയ ശേഷമാണ് നമ്മുടെ OPയിലേക്കൊക്കെ വരുന്നത്. അപ്പം ഉപ്പൂറ്റി വേദന ഇത് കണക്ക് പ്ലാന്റാർ ഫേഷ്യലൈറ്റിസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഡോക്ടറെ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടിട്ട് ഇത് പ്ലാന്റാർ ഫേഷ്യലൈറ്റിസ് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. ഉറപ്പുവരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രാവിലെ എണീക്കുന്ന ഉടൻ കുറച്ച് ചൂടുവെള്ളമെടുത്ത് അതിൽ കുറച്ച് ഉപ്പ് പരലുകളിട്ട് അതിലേക്ക് കാലിറക്കി വെക്കുക. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇറക്കി വെക്കുന്നത് ഈ ഇളം ചൂടുവെള്ളത്തിലേക്കാണ് കാലിറക്കി വെക്കുന്നത്. ആ വെള്ളം ഒന്ന് ചൂട് നോർമലാകുന്നവരെ നമ്മൾ കാലതിൽ വെച്ച ശേഷം നടന്നു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ല ആശ്വാസം ഉണ്ടാകും. അതിനൊക്കെ തന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകളിൽ സോഫ്റ്റ് ചെരുപ്പാക്കുക. വീട്ടിനകത്തും പുറത്തും ചെരുപ്പ് ഉപയോഗിക്കണം. അതിൽ സോഫ്റ്റായിട്ടുള്ള ചെരുപ്പ് ഉപയോഗിക്കണം. MCR മൈക്രോ സെല്ലുലാർ റബ്ബർ എന്ന് പറയുന്ന കണ്ടൻറ്റുള്ള ചെരുപ്പുകൾ കിട്ടും. അത് നമുക്ക് വീട്ടിനകത്ത് ഉപയോഗിക്കാം. പുറത്തേക്കാണെങ്കിൽ സിലിക്കോൺ സോൾ എന്ന് പറഞ്ഞ് സോഫ്റ്റ് സോളുകൾ ഇന്ന് മാർക്കറ്റിലും ഓൺലൈനിലും എല്ലാം അവൈലബിൾ ആണ്. ആ സോളുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. സിലിക്കോൺ സോൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം സിലിക്കോൺ സോൾ വാങ്ങിച്ച് അത് ഷൂസിനകത്ത് വെച്ച് നമുക്ക് കംഫർട്ടബിളാണെന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ അത് വാങ്ങി ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതാണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയുന്ന ചില ലഘുവായ വ്യായാമങ്ങൾ പരിചയപ്പെടാം. നമ്മൾ ഇത് കണക്കിരുന്ന ശേഷം കാലിൻ്റെ ഉപ്പൂറ്റിയുടെ ഭാഗം ഒരു കൈ വെച്ച് പിടിക്കുക, മറ്റേ കൈ വിരലിൻ്റെ ഭാഗത്ത് പിടിച്ച ശേഷം രണ്ട് കൈകളും വെച്ച് പാദത്തെ പിടിച്ച് സ്ട്രെച്ച് ചെയ്ത് വെക്കുക. സ്ട്രെച്ച് ചെയ്താൽ ശ്രദ്ധിക്കേണ്ടത്, സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞത് 45 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെയെങ്കിലും ഇത് പിടിച്ചു നിർത്തുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും, അതായത് ഒരു വലിവ് ഫീൽ ചെയ്യും. ആ പേശികൾ വലിഞ്ഞു വരുന്നതാണ് അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അടുത്ത വ്യായാമത്തിനായി ഇത് കണക്കുള്ള ഒരു കട്ടിയുള്ള ക്രിക്കറ്റ് ബാളോ അല്ലെങ്കിൽ ഇത് കണക്കുള്ള ഒരു മസാജ് ബാളോ ഉപയോഗിച്ച ശേഷം കാൽപാദത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ രീതിയിൽ ബോൾ ചവിട്ടി ഉരുട്ടുക. ഇത് ഒരു സമയം തന്നെ 10 മുതൽ 15 പ്രാവശ്യം വരെ ആവർത്തിച്ച് ചെയ്യാവുന്നൊരു വ്യായാമമാണ്. അടുത്ത വ്യായാമത്തിനായി കാൽപാദം ഇത് കണക്ക് വെച്ച ശേഷം ഉപ്പൂറ്റി ഉറപ്പിച്ച് കാൽവിരലുകൾ ഇത് കണക്ക് നിരക്കി നീക്കി ഇത് കണക്ക് പാദം മുകളിലേക്ക് ഉയർത്തി പിടിച്ചിരുത്താൻ ശ്രമിക്കുക. ഇങ്ങനെ ഇത് ഒരു 45 to 1 മിനിറ്റ് വരെ, 45 seconds to 1 മിനിറ്റ് വരെ പിടിച്ചിർത്തുക, റിലാക്സ് ചെയ്യുക. അടുത്ത വ്യായാമത്തിനായി ഇത് കണക്ക് ഒരു ടവലോ ബെഡ്ഷീറ്റോ താഴെ വിരിച്ചിട്ട ശേഷം നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച് ഈ രീതിയിൽ ടവലിനെ പിടിച്ച് അടുപ്പിക്കാൻ നോക്കുക. ഈ വ്യായാമങ്ങളെല്ലാം തന്നെ നമ്മുടെ പാദത്തിൻ്റെ മസിൽസിനെ ബലം കൂട്ടാൻ ഉപകരിക്കുന്ന വ്യായാമങ്ങളാണ്. അടുത്ത വ്യായാമത്തിനായി നമ്മൾ ഇത് കണക്കൊരു കുപ്പിയോ അല്ലെങ്കിൽ
ടംബ്ലറോ എടുത്ത ശേഷം അതിൽ വെള്ളം നിറച്ച് ഫ്രീസറിൽ വെച്ച് ഫ്രീസാക്കുക. അതിനുശേഷം കാലിൻ്റെ വിരലിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇത് കണക്ക് ഉരച്ച് നീക്കുക. ദിവസം ഒരു 4-5 തവണ വരെ ഇത് ആവർത്തിച്ച് ചെയ്യാവുന്ന ഒരു വ്യായാമമാണ്. അടുത്ത വ്യായാമത്തിനായി ഇത് കണക്ക് ഒരു പടിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റെപ്പിലോ നിന്ന ശേഷം വിരലുകളിലൂന്നി കാൽപാദം നേരെ മുകളിലേക്ക് ഉയർത്തുകയും അത് കണക്ക് തന്നെ പരമാവധി താഴേക്ക് പോവുകയും വീണ്ടും മുകളിലേക്ക് ഇത് കണക്ക് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക. 10 മുതൽ 15 തവണ വരെ ആവർത്തിച്ച് ചെയ്യാവുന്നതാണ്. അടുത്ത വ്യായാമത്തിനായി ഇതേ കിടക്ക് നമ്മൾ നിന്ന ശേഷം നമ്മളുടെ ഈ പാദം നമുക്ക് മുകളിലേക്ക് ഇത് കണക്ക് പ്രസ് ചെയ്ത് വെക്കുക. അതിനുശേഷം മുട്ട് മടങ്ങാതെ മുന്നിലേക്ക് ഇത് കണക്ക് ആഞ്ഞു നിൽക്കുക. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് ഒരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും. അതും ആവർത്തിച്ച് ചെയ്യാവുന്നൊരു വ്യായാമമാണ്. അടുത്ത വ്യായാമത്തിനായി ഇത് കണക്കൊരു ടവലോ ഷീറ്റോ നമ്മുടെ കാലിലിട്ട ശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് ടവലിനെ ഇത് കണക്ക് മുകളിലേക്ക് പരമാവധി പിടിച്ച് വലിച്ചു നിർത്തുക. അപ്പോഴും നമ്മുടെ കാലിൻ്റെ ഭാഗത്ത് ഒരു വലിവ് ഫീൽ ചെയ്യും. റിലാക്സ് ചെയ്യുക, വീണ്ടും ആവർത്തിച്ച് ചെയ്യുക. ഇത് കണക്കുള്ള വ്യായാമങ്ങൾ ചെയ്യുന്ന വഴി നമ്മളുടെ ഉപ്പൂറ്റി വേദന പ്ലാന്റാർ ഫേഷ്യലൈറ്റിസ് ആണെങ്കിൽ ഒരു പരിധി വരെ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. എന്നാൽ അതിൻ്റെ സിവിയറിറ്റി കൂടുതലാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പിയിലെ ചികിത്സാ രീതികളും നമുക്ക് തേടാവുന്നതാണ്. ഫിസിയോതെറാപ്പിയിൽ ധാരാളം അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ് ഇതിന് അവൈലബിൾ ആണ്. ഷോക്ക് വേവ് തെറാപ്പി, ലേസർ തെറാപ്പി, ഡ്രൈ നീഡ്ലിംഗ്, ടേപ്പിംഗ് തുടങ്ങി ധാരാളം ട്രീറ്റ്മെൻറ്റ് മോഡുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഉപ്പൂറ്റി വേദനയുടെ കാരണം പ്ലാന്റാർ ഫേഷ്യലൈറ്റിസ് തന്നെയാണെന്ന് നിങ്ങളുടെ ഡോക്ടറുടെ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഉപദേശം തേടിയ ശേഷം മാത്രം ഇത് കണക്കുള്ള വ്യായാമ ചികിത്സകൾ ചെയ്തു നോക്കാം. നമുക്ക് അറിവുള്ള പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.